തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചതോടെയാണ് നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമായത്. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തതോടെ ഭരണ പ്രതിപക്ഷ വാക്പോരിന് സഭ സാക്ഷ്യം വഹിച്ചു. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് അനുമതി നൽകിയപ്പോൾ മുഖ്യമന്ത്രി പക്ഷേ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രതിപക്ഷം അപ്പോഴും മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിലാണ് ആരോപണങ്ങൾ ഉയർത്തിയത്. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതിപക്ഷ നീക്കം. ഇന്ന് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിലെത്തിച്ചത്. N ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ സർക്കാർ പൊടുന്നനെ പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കാതെ ഇന്നും അടിയന്തര പ്രമേയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനമെടുത്തു. പക്ഷേ മുഖ്യമന്ത്രി ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു. പ്രതിപക്ഷമാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ADGP MR അജിത് കുമാർ ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന ആരോപണം ആവർത്തിക്കുന്ന കാഴ്ചയാണ് സഭയിൽ കണ്ടത്. ഭരണപക്ഷം ശക്തിയുക്തം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ നിഷേധിച്ചു. മാത്രവുമല്ല, ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു തെളിവും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിയന്തര പ്രമേയ നോട്ടീസിൽ മറുപടി നൽകിയ പാർലമെൻ്ററി കാര്യമന്ത്രി MB രാജേഷ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ MB രാജേഷ് പറഞ്ഞത് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചു. ഏതായാലും 3 മണിക്കൂറോളം നീണ്ട ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഏറെ നേരം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനും സഭ സാക്ഷ്യം വഹിച്ചു. പല പരാമർശങ്ങളും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നും സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പ് കോർക്കുന്ന കാഴ്ചയ്ക്കും സഭ സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ സ്പീക്കർ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു രൂക്ഷമായി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ പ്രതികരിച്ചത്. ഏതായാലും കടുത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസമായി സർക്കാരിനെതിരെ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നത്. അടുത്ത ദിവസവും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.